ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഹേയ്, അപ്പോൾ ഇന്നൊരു മടിച്ച് ബിരിയാണി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ ചട്ടി വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു, സവാളയെല്ലാം ചേർത്തു. സവാള കുറച്ച് വഴണ്ടി വന്നതിന് ശേഷമാണ് ഇവിടെ ഞാൻ സ്പൈസസ് ഒക്കെ ചേർക്കാറ്. അങ്ങനെ ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ചേർത്തു. പിന്നെ അതിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സാക്കി. പിന്നെ അതിലോട്ട് നമ്മൾ തക്കാളി ചേർത്തു, അതും കൂടി നമ്മൾ കുറച്ച് മിക്സാക്കി. പിന്നെ അപ്പുറത്തെ സൈഡ് അരി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് അരിയെല്ലാം ചേർത്തു. പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില എല്ലാം ചേർത്തു. അതിനുശേഷം നമ്മുടെ മസാലകളുടെ ഊഴമാണ്. മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടിയും, ഗരം മസാല, കുരുമുളക് പൊടിയും, ചിക്കൻ മസാല, ബിരിയാണി മസാല എല്ലാം ആഡ് ചെയ്തു. പിന്നെ കുറച്ച് തൈര്, ലെമൺ ജ്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി. പിന്നെ ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് നമ്മൾ 4 ചിക്കൻ കാലൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മളതെല്ലാം കൂടി ചിക്കനെല്ലാം കൂടി മസാല ഇട്ടങ്ങ് തേർത്തങ്ങ് പേടിപ്പിച്ചു. പിന്നെ നമ്മുടെ അരിയെല്ലാം പകുതി വെന്തിട്ട് നമ്മളെല്ലാം കൂടി ചേർത്ത് പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയന്, ക്യാഷ്നട്ട്, കിസ്മിസ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ പിന്നെ ദം ചെയ്യാൻ വയ്ക്കുകയാണ്. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ദം തുറക്കാൻ പോവുകയാണ്. ആഹാ, എന്താ രസം! നല്ല മണം ഉണ്ടായിരുന്നു, നല്ല സ്മെല്ല് വരെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി മിക്സാക്കി. പിന്നെ അമ്മ അപ്പുറത്തെ സൈഡ് പപ്പടമൊക്കെ ചുട്ടു. പിന്നെ നമ്മൾ വിളമ്പുകയാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളെല്ലാവരും വിളമ്പി. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പപ്പടവും കൂടി വെച്ചു. പിന്നെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരിടത്ത് അടച്ചു ചോദിക്കാം. ചിക്കൻ സോഫ്റ്റിൻ്റെ കാര്യമല്ല, ബിരിയാണി ഓള് നല്ല ബിരിയാണിയുടെ ചിക്കൻ സോഫ്റ്റാണ്. ചിക്കൻ നല്ല സോഫ്റ്റാണ്. സച്ചീവത്താ നമുക്ക് ഹോട്ടൽ തുടങ്ങാം. അല്ലെങ്കിൽ ഇങ്ങനെയാന്നേ പണ്ടേ ഓവറാ. അപ്പോൾ അതൊക്കെ പോട്ടെ. എന്തായിരുന്നാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ബിരിയാണി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, ടാറ്റാ.